അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മദീനയിൽ വന്നിട്ട് 3 ദിവസമായി. എൻ്റെ പുറകിൽ കാണുന്നത് പരിശുദ്ധമായ മസ്ജിദ് നബവിയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗളയുമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മദീന. വളരെ മനോഹരമായിട്ടുള്ള മദീനയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2-3 ദിവസമായി ഞാനിവിടെ വന്നിട്ട് ഇന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ മദീനയിൽ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മസ്ജിദ് നബവിയുടെ പുറത്താണ്. മസ്ജിദ് നബവിക്ക് വലിയൊരു മുറ്റമകത്തുണ്ട്. അതിന് ശേഷമാണ് ഈ ഗ്രില്ലുകൾ വരുന്ന ഗേറ്റ് വരുന്നത്. ഗേറ്റ് വലിയൊരു കോമ്പൗണ്ട് വാളും വരുന്നുണ്ട്. ചുറ്റിനും ഏകദേശം 370 ഡോറുകൾ മസ്ജിദ് നബവിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഡോർ നമ്പർ 312 അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പുറകിൽ കാണുന്ന ആ ബിൽഡിങ്ങുകളെല്ലാം നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളാണ്. ഇവിടെ നിറയെ ചുറ്റും ഹോട്ടലുകളാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ താമസിക്കുന്ന ഹോട്ടലുകൾ ഇവിടുന്ന് കുറച്ച് പോകണം. ഒരു 400-500 മീറ്റർ നടക്കാനുണ്ടാവും. അപ്പം ഹറമിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഹോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു 500 മീറ്റർ അകലെയാണ് ഈ ഹോട്ടലുകൾ ഉണ്ടാവുക എന്നുള്ള കാര്യം നേരത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്താണ് മലയാളികൾ താമസിക്കുന്ന ഹോട്ടലുകളൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന്, ഞാൻ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് നേരെ നടന്നു വരുന്ന ആദ്യത്തെ ഗേറ്റ് എന്ന് പറയുന്നത് ഗേറ്റ് നമ്പർ 310 ആണ്. ഇത് കോമ്പൗണ്ട് വാളിൻ്റെ ഗേറ്റാണ്. ഇത് കയറി നമ്മൾ അകത്തേക്ക് പോയാൽ മസ്ജിദ് നബവിയുടെ വിശാലമായിട്ടുള്ള മുറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുക. മലായിക്കത്തിൻ്റെ ചിറകുകൾ പോലെ കുടവിരിച്ച് നിൽക്കുന്ന മസ്ജിദ് നബവി നമ്മൾ കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം കയറി വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ അനുഭവിക്കേണ്ട ഒരു ഫീലിംഗ് ആണ്. ഏകദേശം 250ഓളം കുടകൾ മസ്ജിദ് നബവിയുടെ മുറ്റത്തുണ്ട്. ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ള, പകൽ സമയത്ത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നല്ല തണൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള കുടകളാണിത്. മഗ്‌രിബായിട്ടുണ്ടെങ്കിൽ ഈ കുടകളെല്ലാം അടയ്ക്കുകയും ചെയ്യും. ഏകദേശം ഒരു 25 മീറ്റർ നീളവും 25 മീറ്റർ വീതി ഉണ്ടെന്നൊക്കെയാണ് കാണുന്നത്. വലിയ കുടകളാണ്. അതിനകത്തേക്ക് നമ്മൾ കയറി ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ വലിയ മുറ്റമാണ്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു മുറ്റം കൂടെയാണ്. നേരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദ് നബവി. അന്നത്തെ പാവപ്പെട്ട ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഈത്തപ്പന ഓലകൾ കൊണ്ടും മൺകട്ടകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള വളരെ ചെറിയൊരു മസ്ജിദ് നബവി ഇന്ന് അള്ളാഹു നമ്മളുടെ സമൂഹത്തെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച സമയത്ത് വളരെ വിശാലമായിട്ടുള്ളൊരു കൊട്ടാരം കണക്കെ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. തൊട്ടടുത്ത് തന്നെ പച്ച കുബ്ബയോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗള നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം നമ്മൾ മദീനത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ റസൂലിനോട് സലാം പറയുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് സലാം പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്ബറക്കകത്തേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മക്ബറക്കകത്തേക്ക് പോകാനുള്ള ഗേറ്റുകൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. നിരവധി ഗേറ്റുകൾ മസ്ജിദ് നബവിക്കുണ്ട്. ഏകദേശം ഒരു 40ഓളം ഗേറ്റുകൾ നൽകിയതിൽ ആദ്യത്തെ ഗേറ്റ് എന്ന് പറയുന്നത് ബാബുസലാമാണ്. ഗേറ്റ് നമ്പർ 1 എന്ന് ബാബുസലാമിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് കയറി പോകേണ്ടത്. പുരുഷന്മാരാണ് ഗേറ്റ് നമ്പർ 1 പ്രവേശിക്കേണ്ടത്. സ്ത്രീകളാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഗേറ്റ് നമ്പർ 32 ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ മുകളിൽ ഗേറ്റ് നമ്പർ 32 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ബാബുസലാമിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് പള്ളിക്കകത്തുള്ള ചുമരുകളെല്ലാം വളരെ വർണ്ണാഭമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു സ്വർണ്ണ നിറത്തിലുള്ള ആലേഖനങ്ങൾ നൽകിയിട്ടുണ്ടാവും. അത് കാണുന്ന സമയത്ത് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് എത്തിയൊരു ഫീല് തന്നെ വരും. നേരെ നമ്മൾ നടന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മക്ബറയുടെ അടുത്തേക്കാണ്. സ്വർണ്ണ നിറത്തിലുള്ള ഗ്രില്ലുകൾ കൊണ്ട്, പച്ച നിറത്തിലുള്ള തുണികൾ കൊണ്ടൊക്കെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഭാഗത്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ വരുന്നത്. ഇവിടെ ഒരു ചെറിയ ദ്വാരം, ഒരു പിച്ചള ദ്വാരം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ 2 ദ്വാരത്തിൽ ആളുകളെ ഒന്നും തന്നെ അടക്കം ചെയ്തിട്ടില്ല. പിൽക്കാലത്ത് ഈസാ നബി ഭൂമിയിലേക്ക് വീണ്ടും അവതരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഖബറാവുന്ന സ്ഥലമാണ് ഈ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. എന്നാൽ തൊട്ടടുത്തേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയ പിച്ചള ദ്വാരം കാണാം. അതിനകത്താണ് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത്. തൊട്ടടുത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തൊട്ടടുത്ത് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മക്ബറകൾക്ക് മുന്നിൽ ചെറിയ 2 ദ്വാരങ്ങൾ കാണാം. ഈ ഭാഗത്തെത്തുന്ന സമയത്ത് ആദ്യം അള്ളാഹുവിൻ്റെ റസൂലിനോട് നമ്മൾ സലാം പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. രണ്ടാമത് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു മക്ബറയ്ക്ക് അടുത്തെത്തുന്ന സമയത്ത് നമ്മൾ സലാം പറയണം. അസ്സലാമു അലൈക്കും യാ സയ്യിദി യാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത് നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയ്ക്ക് അടുത്തുന്ന സമയത്ത് സലാം പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 തവണ സലാം പറയുക. അതിനുശേഷം നേരെ മുന്നോട്ട് നടന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അവിടെ നിസ്കരിക്കാനോ അവിടെ കൂടുതൽ നേരം നിൽക്കാനോ ഒന്നും പോലീസുകാർ നമ്മൾ അനുവദിക്കില്ല.
വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് സലാം പറയുക. മനസ്സിൽ റബ്ബനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ എന്ന് പറയുന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് നേരെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ റസൂലിനോടുള്ള സലാം പറയുന്ന ആദ്യത്തെ ചടങ്ങ് നമ്മൾ പൂർത്തിയാക്കി. അള്ളാഹുവിൻ്റെ റസൂലിനോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്ന വഴിക്ക് എവിടെയും നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. 2 റക്അത്ത് തഹിയ്യത്തിൻ്റെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഗേറ്റ് നമ്പർ 4 എന്ന് അടയാളപ്പെടുത്തിയ സ്ഥലത്ത്, ബാബുസലാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഗേറ്റ് നമ്പർ 4. അവിടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പള്ളിക്കകത്തേക്ക് കയറാൻ സാധിക്കും. വിശാലമായിട്ടുള്ള മസ്ജിദുൻ നബവിയുടെ ഇൻറ്റീരിയർ നമുക്കവിടെ കാണാം. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു പള്ളിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വളരെ വിസ്താരത്തിലുള്ള പള്ളിക്കകത്ത് സംസമിൻ്റെ വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് അവിടുന്ന് സംസം വെള്ളം കുടിക്കാം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള അത്രയും നേരം ഇർത്തികാഫിരിക്കാൻ സാധിക്കും. ഖുർആൻ ഓതാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ഇരുന്ന അതേ ഒരു മണ്ണിൽ നമുക്ക് അതേ പള്ളിയിൽ നമുക്കിരിക്കാൻ സാധിക്കും. അന്ന് ഈന്തപ്പന ഓലയുടെ റൂഫാണെങ്കിൽ ഇന്ന് വർണ്ണാഭമായിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്ത ക്ലാസിക് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന റൂഫുകളും വലിയ വിളക്കുകളും ഒക്കെ നമുക്ക് മസ്ജിദ് നബവിക്കകത്ത് കാണാൻ സാധിക്കും. ജമാഅത്തിൻ്റെ സമയമാവുന്ന സമയത്ത് ഈ ഒരു പള്ളി നിറഞ്ഞ് കവിയും. ദുഹറിൻ്റെയും അസറിൻ്റെയും ഒക്കെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പള്ളി അങ്ങോട്ട് നിറഞ്ഞ് കവിയും. ആ സമയത്ത് നമുക്ക് പള്ളിക്ക് പുറത്തും ഇരിക്കാൻ സാധിക്കും. ഇരിക്കുന്ന സമയത്ത് ഇമാമ നിൽക്കുന്ന ലൈനിൽ നിന്ന് നമ്മൾ മഅ്മൂമീങ്ങളായിട്ട് നമ്മൾ നിൽക്കേണ്ട ലൈനിൽ ഒരു പച്ച ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാവും. അതിന് പുറകിലായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. മുറ്റത്ത് ഏത് സ്ഥലത്ത് നമുക്ക് നിന്ന് ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റില്ല. പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയ ഈ സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മസ്ജിദ് നബവിയിൽ കയറിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. വുളു എടുക്കാനുള്ള സൗകര്യം മസ്ജിദ് നബിയുടെ മുറ്റത്ത് ഒരു ചെറിയ ഭാഗത്ത് മെൻസ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞും വുമൻസ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞും നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് വുളു എടുക്കാനുള്ള സൗകര്യമുണ്ട്. സംസം വെള്ളം കുടിക്കാനുള്ള സൗകര്യം പള്ളിക്കകത്താണ്. പുറത്തുള്ള വെള്ളം എന്ന് വെച്ചാൽ കുടിവെള്ളമാണ്. ശ്രദ്ധിക്കുക, അത് സംസം വെള്ളം ആയിരിക്കില്ല. പുറത്ത് നിങ്ങൾ ഈ കാണുന്ന കുടിവെള്ളമാണ്. അതൊരു സംസം വെള്ളമല്ല. ഒരുപാട് ആളുകൾ സംസം വെള്ളമാണെന്ന് കരുതിയിട്ട് കുപ്പിയിലൊക്കെ ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആളുകളോട് ചോദിച്ച് കൺഫേം ആക്കിയതാണ്, ഇത് സംസം വെള്ളം അല്ല. അകത്ത് പള്ളിക്കകത്ത് സംസം വെള്ളത്തിൻ്റെ കുപ്പിയിൽ വരുന്നത് മാത്രമാണ് സംസം വെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിൽ പെടുന്ന റൗള ഷരീഫിലേക്ക് എങ്ങനെയാണ് കയറുന്നത് നോക്കാം. മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗത്തിൽപ്പെട്ട സ്ഥലമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത്, ഇവിടുന്ന് നമ്മളുടെ പ്രാർത്ഥനകൾ ചൊല്ലുക എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന്, മൊബൈലിലുള്ള പ്ലേ സ്റ്റോറിൽ നിന്ന് നുസൂക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നുസൂക്ക് ആപ്പ് എന്ന് പറയുന്നത് സൗദി ഗവൺമെൻറ്റിൻ്റെ ആപ്പാണ്. അത് വെച്ചിട്ട് നമ്മൾ റൗലയിൽ കയറാനുള്ള എൻട്രി ബുക്ക് നമ്മൾ നേരത്തെ പെർമിറ്റ് ബുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നുസൂക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ നൽകേണ്ടതുണ്ട്. അതേപോലെ നിങ്ങളുടെ വിസ നമ്പർ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ രാജ്യം നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ മെയിൽ ID നൽകേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ നോട്ട് ചെയ്തിട്ട് നുസൂക്ക് ആപ്പിൽ നിങ്ങൾ ഓരോന്നും എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൗലയിൽ പ്രവേശിക്കാനുള്ള ഒരു സമയം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം സെലക്ട് ചെയ്യാം. സ്ത്രീകൾക്ക് വേറെ സമയമാണ്, പുരുഷന്മാർക്ക് വേറെ സമയമാണ്. സ്ത്രീകൾ കയറുന്നത് വേറെ ഗേറ്റിലൂടെയാണ്, പുരുഷന്മാർ കയറുന്നത് വേറെ ഗേറ്റിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയാണുള്ളതെങ്കിൽ 2 പേര് 2 ഗേറ്റിലൂടെ കയറേണ്ടതായിട്ട് വരും. 2 സമയം ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സമയം ബുക്ക് ചെയ്യുക. ആ സമയം നിങ്ങൾ ഏകദേശം ഒരു 48 മണിക്കൂറിന് മുമ്പ് ബുക്ക് ചെയ്യണം. അതായത് ഇന്നിപ്പോൾ ബുക്ക് ചെയ്തിപ്പോൾ കയറാൻ പറ്റില്ല. 48 മണിക്കൂറിന് മുന്നേ ബുക്ക് ചെയ്യാം. സമയമാവുന്ന സമയത്ത് നിങ്ങളൊന്ന് കൺഫർമേഷൻ കൊടുക്കണം. 48 മണിക്കൂറിനകത്ത് നിങ്ങളൊന്ന് കൺഫേം കൊടുക്കണം, നിങ്ങളിന്ന് വരുന്നുള്ള രീതിയിൽ. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു QR കോഡ് കിട്ടും. ആ ഒരു QR കോഡുമായിട്ട് വേണം നിങ്ങൾ പച്ചക്കുബ്ബ കാണുന്ന ഭാഗത്ത് വലിയൊരു ക്യൂ കാണാം റൗലയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. ബിലാൽ ഗേറ്റ് എന്നാണ് അതിനെ പറയാം. ബിലാൽ ഗേറ്റിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുക. അവിടെ ഒരു ക്യൂ കാണും. അവിടെ ഓഫീസർമാർ നിങ്ങളുടെ QR കോഡ് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അകത്തേക്ക് കടത്തി വിടുള്ളൂ. ആ ക്യൂവിൽ നിന്ന് നമ്മളുടെ QR കോഡ് കാണിച്ച് അപ്പോയിൻമെൻറ്റ് കറക്റ്റാണെന്ന് മനസ്സിലായാൽ ആ സമയത്തുള്ള അപ്പോയിൻമെൻറ്റുകൾ മാത്രമേ അവരകത്തേക്ക് കടത്തി വിടുള്ളൂ. നമ്മൾ നേരെ പള്ളിക്കകത്തേക്ക് കയറ്റിയിരുത്തും. റൗള ഷരീഫിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് പള്ളിക്കകത്ത് ഇരുത്തിയിട്ട് നമ്മുടെ സമയമാവുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് വിളിക്കുകയാണ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഓരോരോ സെറ്റ് ടീമായിട്ട് നമ്മൾ ഓരോ ഭാഗത്ത് ഇരുത്തും. റൗള ഷരീഫിൽ തിരക്കൊഴിയുന്ന മുറയ്ക്ക് നമ്മളുടെ ആ ഒരു മൊത്തം ടീമിനെ ഇങ്ങനെ വിളിച്ച് റൗള ഷരീഫിനകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. റൗള ഷരീഫിനകത്തെ എക്സ്പീരിയൻസ് ഒന്ന് അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. ഗേറ്റ് നിസായിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അകത്തുള്ള ഒരു സ്വർഗസമാനമായ ഇൻറ്റീരിയർ ചെയ്ത മനോഹരമായിട്ടുള്ള റൗള ഷരീഫ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഹബീബായ റസൂലുള്ളാഹിയുടെ മിമ്പറും അദ്ദേഹത്തിൻ്റെ വീടിനും ഇടയ്ക്കുള്ള ഭാഗം
ഭൂമിയിലെ സ്വർഗ്ഗമാണെന്ന് പറഞ്ഞ ഭാഗത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിക്കും തിരക്കും കൂടുന്നത് കാണാം. അവിടെ ഇരുന്ന് നിങ്ങൾ വളരെ പെട്ടെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിങ്ങൾക്ക് ചൊല്ലാനുള്ള എല്ലാ ദുആയും നിങ്ങൾ ചെല്ലുക. പെട്ടെന്ന് തന്നെ പോലീസുകാർ അവിടുന്ന് നിങ്ങളെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കിട്ടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നിസ്കാരവും പ്രാർത്ഥനകളും ഒക്കെ കഴിക്കുക. ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണ സമാനമായ കൊട്ടാര സദൃശ്യമായ രീതിയിൽ കാണുമ്പോൾ ഒരു സ്വർഗം കാണുന്ന രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അത് മൊത്തം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം സമയം അവിടെ മാക്സിമം കിട്ടുമോ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് നേരെ പുറത്തോട്ട് വരിക. നിങ്ങളിപ്പോൾ വിഷ്വലിൽ കാണുന്നത് നമ്മൾ പുറത്തോട്ട് വരുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ്. അകത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു വീഡിയോ എടുക്കണമെന്നോ ആ വീഡിയോയിലേക്ക് നമ്മളെ ശ്രദ്ധ മാറ്റണമെന്നോ തോന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് പറയാനുണ്ടാവും. ആ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാനുള്ള സമയം മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മദീന മുനവ്വറ. ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പുകൾ, റോഡുകളിലൊക്കെ ഗ്രാനൈറ്റിൻ്റെ ബോളുകൾ വെച്ചിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മഗ്‌രിബിനും ഇശാഇനും ഇടയിലൊക്കെയുള്ള സമയത്ത് നമ്മൾ ഇതിലേക്ക് ഹോട്ടലിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ആ റോഡിൽ തന്നെ കിട്ടും. ഒരു യൂറോപ്യൻ രാജ്യത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് മദീന മുനവ്വറയിൽ നിൽക്കുന്നത്. അൽഹംദുലില്ലാ, ഒരു മരുഭൂമിയായിരുന്ന പ്രദേശം ഇത്രയും നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മദീന മുനവ്വറയിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങൾ നിങ്ങൾ ചെയ്യണം. വന്ന് കാണുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.